ഹലോ ഡിയേഴ്സ്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പ്ലസ് വൺ എക്സാമിനേഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് വൺ എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ടേംസ് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സ്ക്രൂട്ടിനി എന്താണ്, റീവാലുവേഷൻ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ, സപ്ലിമെൻ്ററി സേ എക്സാമിനേഷൻ, ഇങ്ങനെ കുറേ അധികം ടേംസും കാര്യങ്ങളും നമ്മളിങ്ങനെ കേട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം സേ എക്സാം, ഇംപ്രൂവ്മെൻറ്റ് എക്സാം, ഇവയെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്കിടയിൽ തന്നെയുണ്ട്. ഇവയ്ക്ക് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് സേ എക്സാമിനേഷനെ കുറിച്ച് പറയാം. പ്ലസ് വണ്ണിൽ നിങ്ങൾ ഫെയിലായ സബ്ജക്റ്റ് വീണ്ടും അപ്പിയർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന എക്സാമിനേഷനെയാണ് സേ എക്സാമിനേഷൻ എന്ന് പറയും. 3 സബ്ജക്റ്റ് വരെയാണ് നമുക്ക് സേ എക്സാമിനേഷനായിട്ട് എഴുതാൻ വേണ്ടി പറ്റുക. സപ്പോസ് നിങ്ങൾ 4 or 5 അധികം സബ്ജക്റ്റുകളിൽ ഫെയിലായി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സബ്ജക്റ്റുകൾ മാത്രമേ സേ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 2 സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? 18 മാർക്കും 36 മാർക്കാണ് 60-ൽ നമുക്ക് ടോട്ടൽ മാർക്ക് 2 ഇയറിലും കൂടി വേണ്ടത്. ഇനി 80-ലാണെന്നുണ്ടെങ്കിൽ 24. അപ്പോൾ ബാക്കിയുള്ള 2 സബ്ജക്റ്റുകൾ മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത്. ആ മാർക്ക് നിങ്ങൾ എവിടെ ബാക്കപ്പ് ചെയ്തെടുത്താൽ മതി? പ്ലസ് ടുവിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ഫെയിൽ ആയിട്ടുള്ളത് ആ സബ്ജക്റ്റുകൾ നിങ്ങൾ ബാക്കപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം. പ്ലസ് വണ്ണിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പാസ്സായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടെയാണ് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ യൂസ്ഫുൾ ആവുന്നത്. ഇപ്പം എത്ര വിഷയങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായിരിക്കും. നമുക്ക് പരമാവധി 3 വിഷയങ്ങളിലാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 വിഷയങ്ങൾക്ക് നമുക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ അവസരമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും അങ്ങനെ കയറി അപ്ലൈ ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ മാത്രമാണ് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വരുന്നത് നിങ്ങളുടെ പ്ലസ് 2 പരീക്ഷ എഴുതുന്ന സമയത്ത് പ്ലസ് 1കാരുടെ കൂടി ആയിരിക്കണം നിങ്ങൾ പ്ലസ് 1-ലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതേണ്ടി വരിക. അപ്പോൾ നമുക്കറിയാം പ്ലസ് 2-ൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എത്ര വിഷയങ്ങളാണോ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റുകൾ കൂടി അവിടെ പഠിക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എഫോർട്ട് എടുക്കേണ്ടി വരും, എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ സമയമെല്ലാം നമുക്ക് കുറവാണ്. സോ അതിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ മാത്രം ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമും നിങ്ങൾ വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, മാർക്ക് കുറവാണ്. അതായത് പ്ലസ് 1 റിസൾട്ടിനേക്കാളും കുറവാണ് പ്ലസ് 1-ൽ ഇംപ്രൂവ് ചെയ്ത റിസൾട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് മാർക്കായിരിക്കും കൺസിഡർ ചെയ്യാനുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മക്കളെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എക്സാം എഴുതിയതിൽ വെദർ പ്ലസ് 1-ലെ റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് ആണെങ്കിലും ഏതാണ് ഹയർ സ്കോറായി വന്നിട്ടുള്ളത് ആ മാർക്കായിരിക്കും നിങ്ങളുടെ പ്ലസ് 1 റിസൾട്ടിന് വേണ്ടി കൺസിഡർ ചെയ്യുക. പ്ലസ് 1-ൽ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സബ്ജക്റ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരൊരിക്കലും തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടതില്ല. അവിടെ നിങ്ങൾക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സേ ആണെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ആണെങ്കിലും ഇനി റീവാലുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏത് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ പ്ലസ് 2 ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി നിങ്ങൾക്കായിട്ട് നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുള്ള നമ്മളൊരു സപ്പോർട്ട് കൂടി നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ യുവ ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലസ് 2 ക്ലാസ്സുകളോടൊപ്പം തന്നെ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പം യുവ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.